പാകിസ്ഥാൻ ജനറൽ അസീം മുനീർ വെള്ളിയാഴ്ച ഒരു പ്രസ്താവന നൽകിയിരുന്നു. ന്യൂക്ലിയറൈസ്ഡ് എൻവയോൺമെന്റിൽ ഇന്ത്യ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. പാകിസ്ഥാനെതിരെ ഒരു നടപടി സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സമാധാനം തകർക്കുന്ന എന്തെങ്കിലും ചെയ്താൽ അത് പാകിസ്ഥാനിൽ ഒരു ന്യൂക്ലിയർ റെസ്പോൺസ് ട്രിഗർ ചെയ്യുമെന്ന രീതിയിൽ ഒരു പ്രസ്താവന നൽകിയിരുന്നു. സത്യത്തിൽ ഈ ന്യൂക്ലിയർ ത്രെഡിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ചില രാജ്യങ്ങൾ ഇതൊരു ശീലമാക്കിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഞാൻ യൂസ് ചെയ്യും, ന്യൂക്ലിയർ വെപ്പൺസ് നിങ്ങളിൽ ഞാൻ ഉപയോഗിക്കും, ഇങ്ങനെ ഇതിനെ ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ വച്ചിരിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നതും ഒരു പക്ഷേ പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയെ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുമോ? ഈ പ്രതിരോധം എന്നതിനും അപ്പുറം പാകിസ്ഥാനുള്ള പ്രോട്ടോകോൾ എന്താണ്? ഇന്ത്യ തിരിച്ചടിച്ചാൽ നമ്മുടെ പോളിസി എന്നത് സെക്കൻഡ് സ്ട്രൈക്ക് പോളിസി അല്ലേ? അത് നമ്മെക്കൊണ്ട് എത്രത്തോളം ചെയ്യാൻ സാധിക്കും? അതിന് കീഴിലുള്ള ചില പ്രോട്ടോകോൾസ് എന്തെല്ലാമാണ്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ന്യൂക്ലിയർ സ്ട്രൈക്ക്. ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ അണുവായുധത്തിനുള്ള സാങ്കേതിക വിദ്യയുള്ളൂ. ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും ആണവോർജം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൈദ്യുതിയുണ്ട്. ആണവോർജം ഉണ്ടെങ്കിലും ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ ആണവായുധങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യയുള്ളൂ. അതിലുൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. 2025 ഡാറ്റ അനുസരിച്ച് നോക്കിയാൽ ഇന്ത്യയുടെ കൈവശമുള്ള ആകെ ആണവായുധങ്ങളുടെ എണ്ണം 185 മുതൽ 190 വരെയാണ്. അതുപോലെ പാകിസ്ഥാന്റെ കൈവശമുള്ള ആകെ ആണവായുധങ്ങളുടെ എണ്ണം 170 മുതൽ 180 വരെയും ഉണ്ടാകുമെന്നും പറയുന്നു. അതിനാൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു 10-15 വാർഹെഡ്സിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇതിന്റെ വിശദീകരണത്തിന് മുൻപ് ഒരു ചെറിയ കാര്യം പറയാം. പാകിസ്ഥാൻ ആണവായുധം ഇത് ലോകത്തിലെ ഏറ്റവും മോശം കോമ്പിനേഷൻസിൽ ഒന്നാണ്. കാരണം ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇടയ്ക്കിടെ ഇവർ ഇന്ത്യക്കെതിരെയുള്ള ഭീഷണി ഉയർത്തുന്നത് കൊണ്ടല്ല പറയുന്നത്. പാകിസ്ഥാൻ എന്നത് ഒരു അസ്ഥിരമായ രാജ്യമാണ്. എന്ന് വേണമെങ്കിലും അവിടെ ഒരു ഭരണമാറ്റം സംഭവിക്കാം. എന്ന് വേണമെങ്കിലും അവരുടെ മുഴുവൻ നിയന്ത്രണം അവിടെയുള്ള വംശീയ ഗ്രൂപ്പുകൾ ഏറ്റെടുക്കുമെന്ന സാഹചര്യത്തിൽ അണുവായുധം ആ രാജ്യത്തുണ്ടെങ്കിൽ അതിനേക്കാൾ ഡെഡ്ലിയസ്റ്റ് ആയ മറ്റൊരു കാര്യമേ ഇല്ല. ഇതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനെ പറയാം. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ അത്യാധുനിക ആയുധങ്ങൾ കൊണ്ടുപോയി നിറച്ചു താലിബാൻസിനെതിരെ യുദ്ധം ചെയ്യാൻ. എന്നാൽ വിധിയിലൂടെ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? ഈ താലിബാൻസിനെതിരെ യുദ്ധം ചെയ്യേണ്ട ആയുധങ്ങൾ തന്നെ താലിബാൻസിന്റെ കൈകളിലേക്ക്. അപ്പോൾ ഇതിനെ ഒരു സ്റ്റേറ്റ്മെന്റായി ഞാൻ ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു ആണവായുധ ആക്രമണം നടത്തിയാൽ അത് അവരെ കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. കാരണം അവർക്ക് പ്രോട്ടോകോൾസ് ഒന്നും വലിയ രീതിയിലില്ല. ഒരു കമാൻഡ് ചെയിൻ, ഫ്ലോ ചാർട്ട് ഇതൊന്നും ഇല്ല. അവരുടെ സുപ്പീരിയർ കമാൻഡ് NCAക്ക് കീഴിലാണ് വരിക, നാഷണൽ കമാൻഡ് അതോറിറ്റി NCA. ഇതിലെ കമ്മിറ്റി മെമ്പേഴ്സ് എന്നത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ, പാകിസ്ഥാൻ ജനറൽ. ഇവർ അപ്രൂവൽ കൊടുത്താൽ അവരുടെ പക്കൽ ഒരു ഫസ്റ്റ് സ്ട്രൈക്ക് പോളിസി ഉണ്ട്. ഇനി ഫസ്റ്റ് സ്ട്രൈക്ക് പോളിസിക്ക് മുൻപ് ന്യൂക്ലിയർ വെപ്പൺസ് ഡെലിവർ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടോ എന്നറിയണം. കാരണം രണ്ട് രാജ്യങ്ങളുടെ അണുവായുധമുണ്ട്. എന്നാൽ ഈ അണുവായുധങ്ങളെ വളരെ എളുപ്പത്തിൽ ഒരു രാജ്യത്തിൽ അങ്ങനെ വിക്ഷേപിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ന്യൂക്ലിയർ വെപ്പൺസിനെ ഡെലിവർ ചെയ്യുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഡെലിവറി പ്ലാറ്റ്ഫോംസ് നോക്കണം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രൈ സർവീസിൽ നിന്നും അണുവായുധം വിക്ഷേപിക്കാൻ സാധിക്കും. ഈ മൂന്ന് സേനകളിലുമുള്ള ചില പ്രധാനപ്പെട്ട മിസൈൽസ് ഷാഹിൻ സീരീസ്, നസർ എന്നറിയപ്പെടുന്ന തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈൽ, ഏബിൽ ക്രൂയിസ് മിസൈൽ, മാത്രമല്ല ബാബർ എന്നറിയപ്പെടുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ, റാഡ് എന്ന എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ. ഇവയിൽ നിന്നെല്ലാം അവരെ കൊണ്ട് ഈ മിസൈൽസ് അതായത് അണുവായുധ മിസൈൽസ് വിക്ഷേപിക്കാൻ സാധിക്കും. എന്നാൽ അവർക്കൊരു ന്യൂക്ലിയർ ട്രയാഡ് ഇല്ല. ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്ട്രൈക്ക് കപ്പാസിറ്റി നൽകുക. അതായത് ഒരു രാജ്യം അണുവായുധത്താൽ ആക്രമിക്കപ്പെടുകയാണ്, തറയിലുള്ള മുഴുവൻ അണുവായുധങ്ങളും നശിപ്പിക്കപ്പെട്ടാലും ഇവരുടെ പക്കലുള്ള സബ്മറൈൻസ്, ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ് വഴി അയക്കുന്ന ക്രൂയിസ് മിസൈൽസ് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽസ്, ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂക്ലിയർ ട്രയഡ് ഫുൾഫിൽ ആവുകയുള്ളൂ. അപ്പോൾ പാകിസ്ഥാന്റെ പക്കൽ ന്യൂക്ലിയർ ട്രയഡ് ഇല്ല. എന്നാൽ അവരുടെ പക്കൽ 3 സേനയിൽ നിന്നും അണുവായുധം അയക്കാനുള്ള ഒരു കഴിവുണ്ട്. എന്നാൽ ഇവരുടെ പക്കലുള്ള സബ്മറൈൻ ഫ്ലീറ്റ് വളരെ ചെറുതാണ്. ഇപ്പോ കൃത്യം 8 സബ്മറൈൻസോളം ഉണ്ട്. ഹാങ്ങർ ക്ലാസ് സബ്മറൈൻസ് ഇപ്പോൾ ചൈനയിൽ നിർമ്മിക്കപ്പെടുകയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ശക്തി ഇത്ര മാത്രമാണ്. ഇനി എതിർദിശയിലുള്ള ഇന്ത്യയുടെ പക്കൽ, നമ്മുടെ പക്കൽ ന്യൂക്ലിയർ ട്രയാഡ് ഉണ്ട്. പാകിസ്ഥാൻ എങ്ങനെയാണോ ഈ എയർ ലോഞ്ച്ഡ് വേരിയന്റ്, ലാൻഡ് ലോഞ്ച്ഡ് വേരിയന്റ്, ഇങ്ങനെയുള്ള ക്രൂയിസ് മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽ, അതിനേക്കാൾ പവർഫുൾ ആയ മിസൈൽസ് നമ്മുടെ പക്കലുണ്ട്. നമ്മുടെ പക്കൽ MIRV സാങ്കേതിക വിദ്യയുമുണ്ട്, MARV സാങ്കേതിക വിദ്യയുമുണ്ട്. നമ്മുടെ ബാലിസ്റ്റിക് മിസൈലുകളെ സംബന്ധിച്ചിടത്തോളം അഗ്നി സീരീസിലുള്ള എല്ലാ മിസൈലുകളും ന്യൂക്ലിയർ കാപ്പബിൾ മിസൈൽസ് ആണ്. MIRV സാങ്കേതിക വിദ്യ ഇപ്പോൾ ഒരു മിസൈലിൽ 9 വാർഹെഡ്, ഒരു മിസൈലിൽ 5 വാർഹെഡ്, ഇങ്ങനെ
ഒരു രാജ്യത്തിന്റെ ഏത് മുക്കും മൂലയും വേണമെങ്കിലും നമ്മെ കൊണ്ട് ആക്രമിക്കാൻ കഴിയും. അവരുടെ പക്കലുള്ള മിസൈൽസിന്റെ എല്ലാം മാക്സിമം റേഞ്ച് എന്നത് 2800 കിലോമീറ്റർ ആണ്. അതേസമയം നമ്മുടെ അഗ്നി 5 മിസൈലിന് ഏകദേശം 6000 കിലോമീറ്റർ വരെയും എത്താൻ കഴിയും. മാത്രവുമല്ല, ലോകത്തിൽ ഏറ്റവും നൂതനമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായ ന്യൂക്ലിയർ ക്യാപ്പബിൾ ബ്രഹ്മോസ് മിസൈലും നമ്മുടെ പക്കലുണ്ട്. ഇതിനു മുൻപ് ധനുഷ്, ഇപ്പോൾ അടുത്തിടെ പ്രഹാർ, ഇങ്ങനെ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. കെ സീരീസിനെ സംബന്ധിച്ചിടത്തോളം K-15 ഈ കാറ്റഗറിയിലുള്ള ചില മിസൈൽസിനെ സബ്മറൈനിൽ നിന്നും ലോഞ്ച് ചെയ്യേണ്ട കപ്പാസിറ്റി നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പക്കൽ സക്സസ്ഫുൾ ആയ ഒരു ന്യൂക്ലിയർ ട്രയഡ് ഉണ്ട്. 2 രാജ്യങ്ങളുടെ പക്കലും ക്യാപ്പബിൾ ആയ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. എന്നാൽ ഇതിലൊരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ന്യൂക്ലിയർ കമാൻഡ് ചെയിൻ ആണ്. ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അവർ ഇങ്ങനെ ഭീഷണിപ്പെടുന്നതൊക്കെ വളരെ സർവ്വസാധാരണമായ കാര്യമാണ്. ഭീഷണി എന്നത് ആർക്ക് വേണമെങ്കിലും പറയാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിലും പറയാം. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അത് മറ്റൊരു രീതിയിലൊരു ത്രെഡായി മാറും. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് താഴെ കമന്റിൽ ഒരു കാര്യം പറയുന്നുവെന്നുണ്ടെങ്കിൽ അതിനെ ഒരു വേയിൽ ഒരു ത്രെഡായി മാറും. അപ്പോൾ സംസാരിക്കുന്നത് വലിയ കാര്യമല്ല. ആദ്യം അതിൻ്റെ വഴി എന്താണെന്നുള്ളത് അറിയണം. ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മിനിമം പ്രോട്ടോകോൾ ന്യൂക്ലിയർ സ്ട്രൈക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ്. ന്യൂക്ലിയർ സ്ട്രൈക്ക് ഇനിഷ്യേറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. എന്നാൽ ഇന്ത്യയുടെ പ്രോട്ടോകോൾ, ഇന്ത്യയുടെ ഡോക്ട്രിൻ എന്നത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് ന്യൂക്ലിയർ സെക്കൻഡ് സ്ട്രൈക്ക് മിനിമം ഡിറ്ററൻസ് ആണ്. അതായത് ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് ആണ്. എന്റെ രാജ്യം അണുവായുധത്താൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ എനിക്ക് മിനിമം ക്രെഡിബിലിറ്റി ഉണ്ടാകണം. അതായത് ഞാൻ അടി വാങ്ങി, പക്ഷെ എനിക്ക് അടി നൽകിയവന് കുറഞ്ഞത് ഇത്രത്തോളമെങ്കിലും എന്നെ കൊണ്ട് ആക്രമിക്കാൻ കഴിയുമെന്ന ഡോക്ട്രിനാണ് നമ്മുടെ പക്കലുള്ളത്. അപ്പോൾ നമ്മുടേത് ഒരു സെക്കൻഡ് സ്ട്രൈക്ക് പോളിസി, സ്ട്രിക്ട്ലി നോ ഫസ്റ്റ് യൂസ്. ആദ്യം ഞാൻ അണുവായുധം ആർക്ക് നേരെയും ഉപയോഗിക്കില്ല. ഇതാണ് നമ്മുടെ പോളിസി. ശരി, ഇപ്പൊ പ്രോട്ടോകോൾ എന്താണ്? ഇതിനു മുൻപ് നമ്മൾ ഈ നയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പ്രോട്ടോകോൾ ചെയിൻ ഓഫ് ഇവന്റ്സ് നമ്മൾ അറിഞ്ഞിട്ടില്ല. ആരാണ് ഈ ന്യൂക്ലിയർ സ്ട്രൈക്ക് ആദ്യം ഇനിഷ്യേറ്റ് ചെയ്യുക? കമാൻഡ് ആരിൽ നിന്നും വരുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ന്യൂക്ലിയർ ബോഡി NCA, ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് എന്ന് പറയും. ഇത് രണ്ടും ഒന്നാണ്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോയിൽ ഏതെങ്കിലും ഒരു സെക്കൻഡ് സ്ട്രൈക്ക് സംഭവിക്കുകയാണെന്ന് ചിന്തിക്കുക. ആ സമയം പ്രോട്ടോകോൾസ് എങ്ങനെ വർക്കാകുമെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ പൊളിറ്റിക്കൽ കൗൺസിൽ കൂട്ടപ്പെടും. ഈ NCA റിക്വസ്റ്റ് കൊടുത്ത് പൊളിറ്റിക്കൽ കൗൺസിൽ യോഗം ചേരും. ഈ പൊളിറ്റിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അവിടെ ചെയർപേഴ്സൺ. പ്രധാനപ്പെട്ട ചില മന്ത്രിമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, 3 സേനയിലെയും കമാൻഡോ, ഇവരെല്ലാം അടങ്ങുന്ന ഒരു സംഘം. ഇതാണ് പൊളിറ്റിക്കൽ കൗൺസിൽ. ഇവരാണ് ഈ തീരുമാനം എടുക്കേണ്ടത്. ഇവരിൽ നിന്നും ഒരു അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു കൗൺസിലിന്റെ യോഗം നടന്നു, പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നു, എല്ലാവരുടെയും ഉപദേശം കേട്ടതിന് ശേഷം അദ്ദേഹമാണ് ഈ ഒരു ആക്രമണത്തിന് അംഗീകാരം നൽകുക. അംഗീകാരം നൽകിയ ശേഷം അത് നേരിട്ട് എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് കൈമാറും. ഈ പൊളിറ്റിക്കൽ കൗൺസിലിന്റെ പ്രവർത്തനം അതോടുകൂടി അവസാനിച്ചു. പ്രധാനമന്ത്രിയാണ് അതിന്റെ തലവൻ. ഇനി എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തലവൻ, അത് NSA, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുടെ ഹെഡ് ആരാണോ അവരായിരിക്കും എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തലവൻ. ഇവരുടെ കൂടെ തന്നെ 3 സേനയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടാകും. അപ്രൂവൽ ഇതിനകം തന്നെ മുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എവിടെ ആക്രമിക്കണം, ഏത് തരത്തിലുള്ള വാർഹെഡ്സ് യൂസ് ചെയ്യണം, സ്ട്രാറ്റജിക്കലായി ടാക്ടിക്കൽ വാർഹെഡ് ആണെന്ന് മുകളിൽ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഏത് വാർഹെഡ് ഉപയോഗിക്കണം, ഏത് തരത്തിലുള്ള വാർഹെഡ് ഉപയോഗിക്കണം, ഏത് മിസൈൽ ഉപയോഗിക്കണം എന്നുള്ളത് ഈ കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്. പ്രധാനപ്പെട്ട സെൻസിറ്റീവ്, ഈ ഹൈ സീക്രട്ട് കോഡ്സ് ഒക്കെ ഇവിടെയാണ് ഷെയർ ചെയ്യുക. അപ്പോൾ പൊളിറ്റിക്കൽ കൗൺസിൽ നിന്നും ഒരു അംഗീകാരം ലഭിച്ചതിന് ശേഷം എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് അത് കൈമാറും. എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് വന്നതിന് ശേഷം അന്തിമ ഉത്തരവ് വരും. അതായത് എവിടെയെല്ലാം ആക്രമിക്കണം, ഏത് തരത്തിൽ ആക്രമിക്കണം എന്ന കമാൻഡ് SFCക്ക് കീഴിൽ വരും, സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിൽ വരും. ഇവരാണ് അതിനുശേഷം ഓപ്പറേഷൻസ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവർക്കുള്ള പ്രോട്ടോകോൾ. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരാം, 3 സേനയുടെയും കമാൻഡർ അല്ലെങ്കിൽ സുപ്രീം കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ളത് പ്രസിഡന്റ് ആണ്. കാരണം ആംഡ് ഫോഴ്സസിന്റെ സുപ്രീം കമാൻഡർ അവരാണ്. അവരുടെ അനുമതി ഇല്ലാതെ ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇതിന് പ്രസിഡന്റിന്റെ അനുവാദം ആവശ്യമില്ല. ശരി, അപ്പോൾ ഇവർ ഒരു തീരുമാനം എടുത്തു, അത് പ്രസിഡന്റിനെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ചെയ്യാൻ കഴിയില്ല. പ്രസിഡന്റിന് അഡ്വൈസ് നൽകാൻ കഴിയും. അതായത് നിങ്ങൾ റീകൺസിഡർ ചെയ്യുക, ഈ തീരുമാനം നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചെടുക്കുക, ഇങ്ങനെ റിക്വസ്റ്റ് നൽകാൻ കഴിയും. അല്ലാതെ പ്രസിഡന്റിനെ കൊണ്ട് ഇത് തടയാനുള്ള അധികാരമില്ല ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ട്രിൻ അനുസരിച്ച്. എന്നാൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരവും ആ യുദ്ധം നിർത്താനുള്ള അധികാരവും പൂർണ്ണമായും പ്രസിഡന്റിനാണുള്ളത്.
ഈ ന്യൂക്ലിയർ സ്ട്രൈക്ക് സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ കമാൻഡ് സ്ട്രക്ചറിന് കീഴിലാണ് വരുന്നത്. അതായത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കീഴിലുള്ള ഈ പൊളിറ്റിക്കൽ കൗൺസിലാണ്. അപ്പോൾ പാർലമെന്റിന്റെ അംഗീകാരം ഇതിന് ആവശ്യം ഇല്ലേ? പാർലമെന്റിൽ ഇവർ ഒരു അനുവാദം നേടിയിട്ട് പിന്നീട് സ്ട്രൈക്ക് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്ട്രൈക്ക് ആണ്. ഇതിനകം നമ്മളിൽ ഒരു രാജ്യം ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ ആക്രമിക്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു യോഗം ചേരുന്നത്. അപ്പോൾ ആരുടെയും അപ്രൂവൽ വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് പാർലമെന്റിൽ നൽകിയാൽ മതി. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമം. ശരി, ഇപ്പോൾ ഈ ഒരു കൗൺസിലിന്റെ പവർ എന്താണ്, ഈ കമാൻഡ് സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പാകിസ്ഥാന്റെ മിസൈലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. പാകിസ്ഥാനിൽ ആരാണ് അതോറിറ്റി നൽകുക? മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ള ഒരു അതോറിറ്റി നൽകുക എന്നും അറിഞ്ഞു. മിസൈൽ ലോഞ്ച് ചെയ്യുന്നത് ഓക്കെയാണ്. പാകിസ്ഥാനെ കുറിച്ച് പുറത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ പക്കലുള്ള ടാക്ടിക്കൽ ന്യൂസ് അവർ പുറത്ത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നസർ എന്ന പ്രത്യേക ഒരു മിസൈൽ, ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ ഇതിനാണ് ഈ ഒരു മിസൈൽ നിർമ്മിച്ചത് എന്ന് അവർ ഓപ്പണായി തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇന്ത്യയുടെ പക്കൽ ഒന്നും ഇല്ലേ? എന്താണ് അവിടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മുടെ പക്കൽ എത്ര വാർഹെഡ്സ് ഉണ്ടെന്ന് പോലും ഇതുവരെ ആർക്കും അറിയില്ല. വാർഹെഡ്സിന്റെ കണക്ക് മാറ്റിവെക്കാം. നമ്മുടെ പക്കൽ ഇത്ര മിസൈൽസ് ഉണ്ട്, ഇത്ര മിസൈലിൽ ഇത്ര വാർഹെഡ് വെച്ചിട്ടുണ്ട്, എത്ര ടാക്ടിക്കൽ മിസൈൽ ഉണ്ട്, എത്ര ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്, ഇതിനെക്കുറിച്ച് യാതൊരു ഡാറ്റയും ഇല്ല. അതിനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? ലളിതമായി പറയാം, സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായി തന്നെ അറിയാം ഒരു കൺവെൻഷണൽ വാറിൽ അവർക്ക് ഒരിക്കലും ഇന്ത്യയെ ജയിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ അവർ പുറത്തിങ്ങനെ ഫ്ലെക്സ് ചെയ്യുകയാണ്, എൻ്റെ പക്കൽ ഇത്ര മിസൈൽസ് ഉണ്ട്. അതായത് നമുക്ക് അവരിങ്ങനെ ഓർമ്മപ്പെടുത്തി തരികയാണ്, നോക്കുക, നിങ്ങൾ എന്നെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് നിന്നെ ആക്രമിക്കും, ഈ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യും. എന്റെ രാജ്യത്ത് ഇന്ത്യ ഒരു പ്രശ്നം കൊണ്ടുവന്നാൽ ഞാൻ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യും. ഇന്ത്യ ബോർഡറിൽ പ്രശ്നം കൊണ്ടുവന്നാൽ ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യും. കാശ്മീരിൽ പ്രശ്നമാണെങ്കിൽ അവിടെ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യും. എന്റെ പക്കൽ ഇത്രയേറെ മിസൈൽസ് ഉണ്ടെന്നുള്ളത് അവരിങ്ങനെ പുറത്ത് PR ചെയ്ത് കാണിക്കുകയാണ്. എന്നാൽ നമുക്കതിന്റെ ആവശ്യമേ ഇല്ല. നമ്മുടെ പക്കൽ ക്യാപ്പബിളായ പ്ലാറ്റ്ഫോംസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. മാത്രമല്ല, ലോകത്തിലുള്ള മിസൈൽ ത്രെഡ് അവിടെ നമ്മൾ ടോപ്പ് 5-ലാണുള്ളത്. പാകിസ്ഥാൻ ടോപ്പ് 10 ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും വർഷത്തിനനുസരിച്ച് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവർ ആ ലിസ്റ്റിലുള്ളതിന്റെ കാരണം തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ പക്കൽ ക്യാപ്പബിളായ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. മാത്രവുമല്ല, നമ്മുടെ പക്കൽ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ് ഉണ്ട്. ഇന്ന് പാകിസ്ഥാന്റെ പക്കൽ നോക്കിയാൽ അവരുടെ പക്കൽ 3 സബ്മറൈൻസ് മാത്രമാണ് ഉള്ളത്. പ്രധാനമായും 5 മിനി സബ്മറൈൻസ് ആണ്. നമുക്ക് എങ്ങനെയാണോ ഈ ഫ്രിഗേറ്റ്സ്, കോവേർട്സ്, ഡെസ്ട്രോയ്സ് ഈ ഒരു കാറ്റഗറി വൈസ് തിരിക്കുന്നത്, അതുപോലെ മിനി സബ്മറൈൻസ് എന്നത് ഇതിനേക്കാൾ സൈസ് കുറവാണ്. വളരെ വളരെ ചെറുതായിരിക്കും. എല്ലാം ഡീസൽ പവേർഡ് ആയിരിക്കും. നമ്മുടെ പക്കൽ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻസ് ഉള്ളിടത്തോളം കാലം പാകിസ്ഥാൻ നമ്മെ തൊടണമെന്ന് പോലും ചിന്തിക്കില്ല. ഒരു പക്ഷെ തൊടുകയാണ്, അല്ലെങ്കിൽ അവരൊരു മിസൈൽ നമുക്കെതിരെ അയക്കുകയാണെങ്കിൽ ഈ അരിഹന്ത് എന്ന ഒരേ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ മാത്രം മതി മുഴുവൻ പാകിസ്ഥാനെയും ഭൂപടത്തിൽ നിന്ന് നമുക്ക് തുടച്ചെറിയാൻ സാധിക്കും. എന്നാൽ ഇത് വളരെ വളരെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ മാത്രമാണ്. പാകിസ്ഥാൻ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ന്യൂക്ലിയർ വെപ്പൺസ് ഇങ്ങനെ എടുത്തു കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനിങ്ങനെ പുറത്ത് ഫ്ലെക്സ് ചെയ്ത് കാണിക്കണം എന്നുള്ളതെല്ലാം അവരുടെ രാജ്യത്തിനുള്ളിൽ ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. അവരകത്ത് അത്രയേറെ തിരിച്ചടികൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള ഒരു ക്രെഡിബിൾ ആയ പൊളിറ്റിക്കൽ റീസൺ അത് ഇന്ത്യയെ ചൊറിയുക മാത്രമാണ്. അപ്പോൾ എപ്പോഴെല്ലാമാണോ അവർക്ക് ഇമേജ് ഒന്ന് പൊക്കി പിടിക്കേണ്ടത്, അപ്പോഴെല്ലാം ഇന്ത്യയെ ചൊറിയാൻ തുടങ്ങും. ഇന്ത്യയിൽ ന്യൂക്ലിയർ വെപ്പൺസ് വിക്ഷേപിക്കുമെന്നൊക്കെ പറയും. ഇന്ത്യയെ ന്യൂക്ലിയർ വെപ്പൺസ് കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. അടുത്തിടെ പോലും പാകിസ്ഥാനിൽ അത്ര വലിയ തീവ്രവാദ ആക്രമണം നടന്നു. തെഹ്രിക്ക് താലിബാൻസ് ഒക്കെ പാകിസ്ഥാൻ സേനയെ ഓടിച്ചിട്ട് വിരട്ടി. ഇതെല്ലാം ഒന്ന് കവറപ്പ് ചെയ്യണം. അതിനുവേണ്ടിയാണ് അസീം മുനീർ ഇപ്പോൾ ഇന്ത്യക്ക് മേൽ ഒരു ആണവായുധം എന്ന സ്റ്റേറ്റ്മെന്റ് എടുത്ത് വെച്ചത്. സിമ്പിളായി ഒരേ ഒരു കാര്യം മാത്രം പറയാം, നിങ്ങൾ ന്യൂക്ലിയർ മിസൈൽസ് ഫയർ ചെയ്യുക. ന്യൂക്ലിയർ മിസൈൽസ് ഫയർ ചെയ്യണമെന്ന് ചിന്തിച്ചാൽ തന്നെ ഇന്ത്യയുടെ റെസ്പോൺസ് ഇവിടെ റെഡിയാകും. എന്നാൽ നിങ്ങൾ ഫയർ ചെയ്യുന്ന ന്യൂക്ലിയർ മിസൈലിനെ ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങളുടെ പക്കൽ മെക്കാനിസം ഉണ്ട്. S-400 ഉണ്ട്. DMD phase 1 phase 2 റെഡിയാകുന്നുണ്ട്. ആകാശ് ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെ ഞങ്ങളുടെ പക്കൽ ഡിഫെൻഡ് ചെയ്യാനുള്ള സിസ്റ്റംസ് എല്ലാം ഉണ്ട്. ആകാശ് നമുക്ക് ഈ ലിസ്റ്റിൽ എടുക്കാൻ കഴിയില്ല, കാരണം അത് ക്രൂയിസ് മിസൈൽസിനെ ഒക്കെ ഡിഫെൻഡ് ചെയ്യും. ന്യൂക്ലിയർ മിസൈൽസിനെ ഡിഫെൻഡ് ചെയ്യുമോ എന്നറിയില്ല. അപ്പോൾ S-400 DMD ഇവ എടുക്കാം. സുദർശൻ ചക്ര പ്രോജക്റ്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അപ്പോൾ നമുക്കതിന്റെ പ്രോജക്റ്റ് എങ്കിലും ഉണ്ട്. ഞങ്ങൾ അയക്കുന്ന ക്രൂയിസ് മിസൈൽസിനെ പോലും തടയാനുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ പക്കലില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് പോലും നിങ്ങളുടെ പക്കലില്ല. 11 ബേസിൽ നിങ്ങൾ തിരിച്ചടി വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഇടങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഇത് വെറുതെ കളിയാക്കി പറയുന്നതല്ല. ശരിക്കും ഞങ്ങളുടെ പക്കൽ പ്രോജക്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ക്രൂയിസ് മിസൈൽസിനെ ഡിഫെൻഡ് ചെയ്യാൻ പോലും നിങ്ങളുടെ പക്കൽ പ്രോജക്റ്റ് ഇല്ല. പിന്നെ ഇവിടെ നിന്നാണ്
ഞങ്ങൾ അയക്കുന്ന ന്യൂക്ലിയർ മിസൈൽസിനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുക? ഇതിന്റെ മറുപടി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റിൽ പറയുക. ഈ ഒരു വീഡിയോയിൽ ചെയിൻ ഓഫ് കമാൻഡിനെ കുറിച്ചും മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുമാണ് സംസാരിച്ചത്. മാത്രവുമല്ല നമ്മുടെ ഇന്ത്യയുടെ പ്രോട്ടോകോൾ അതൊരു ചെറിയ വേർഷനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ന്യൂക്ലിയർ വാർ ക്രിയേറ്റ് ആവുകയാണ്, അത് സംബന്ധിക്കുന്ന ചില സിനാരിയോസ് ഡീറ്റെയിൽഡ് അറിയണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആനിമേഷനോട് കൂടി ചെയ്യാം, ടൈം എടുത്ത്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. കൂടുതൽ കമന്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.